സ്ട്രീറ്റ് അല്ലെങ്കിൽ ഹൈവേ പെർഫോമൻസിന് അത് വണ്ടിക്കല്ല, നമുക്ക് പണി കിട്ടി. നമസ്കാരം, ജുബിൻ ജേക്കബാണ്. റോഡീസ് ഗാരേജിലേക്ക് സ്വാഗതം. ഞാനൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 പേരോടുണ്ട്. ഒരു ബൈക്കല്ല, 2 ബൈക്കിലാണ്. എന്നോടൊപ്പം ഉള്ളത് ജാവയുടെ 42 പെറാക്ക് എന്നീ 2 ബൈക്സാണ്. കൂടെയുള്ളത് നമ്മുടെ റോഡീസ് ഗാരേജിൻ്റെ ക്യാമറമാൻ, എൻ്റെ ബ്രദർ ജോസിൻ ജോർജ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ജീന, ഇങ്ങനെ 2 പേരാണ്. ചെറിയൊരു യാത്രയാണ്. നമുക്ക് 2 ബൈക്സിൻ്റെ ലോങ് റൈഡ് എങ്ങനെയുണ്ടെന്നൊന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു ചെറിയ ശ്രമം. അപ്പോൾ ശരി, കാണാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണടുത്തുള്ളൊരു വ്യൂ പോയിന്റിലാണ്. DTPC ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ്. നേരത്തെ ഇവിടെ ഇങ്ങനെ എത്ര സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മളിപ്പോൾ 2 വാഹനങ്ങളും കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജാവ 42 പെരാക്കോ. അതിൻ്റെ റൈഡിങ് അനുഭവങ്ങൾ ഞാൻ പിന്നീട് പങ്കുവെക്കാം. ഈ വാഹനങ്ങൾ ഇവിടെ എത്തിച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ ഒരു നല്ല ലൈറ്റിങ്ങും നല്ലൊരു ആംബിയൻസും ഉണ്ട്. നല്ല കാറ്റുണ്ട്. തണുപ്പ് ആയി തുടങ്ങുന്നുണ്ട്. എന്നാലും സാധാരണഗതിയിൽ ഡിസംബർ മാസത്തെ അല്ലെങ്കിൽ നവംബറിൻ്റെ അവസാനം എത്തുന്ന അത്രയുള്ള ഒരു തണുപ്പില്ല. അപ്പോൾ ഞങ്ങൾ യാത്രയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വണ്ടിയെപ്പറ്റി യാത്രയെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഈ പെറാക്കാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 42 ഇടയ്ക്കും ഓടിച്ചിട്ടില്ല. നീയാണ് 42 ഫുൾ ഓടിച്ചത്. പെറാക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പെറാക്കിനെ കുറിച്ച് പറയാൻ സിറ്റി ഹൈവേ അതുപോലെ തന്നെ റബ്ബറൈസ്ഡ് റോഡിൽ മര്യാദയ്ക്ക് നല്ല പെർഫോമൻസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പവറാണെങ്കിലും ഉണ്ട്, ഹാൻഡ്ലിംഗ് ആണെങ്കിലും നല്ല രസമുണ്ട്. 42 പക്ഷേ ഓടിച്ചിട്ട് നല്ല സുഖമുണ്ട്. നമുക്ക് ഈ പറയുന്ന മറ്റേ ബുള്ളറ്റൊക്കെ ഓടിച്ച് വെച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ ഓടിക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ ടോർക്കിൻ്റെ പ്രശ്നമായിരിക്കും അല്ലേ? ഈ നമുക്ക് ഈ ഡൗൺ ചെയ്യേണ്ട കാര്യം വരത്തില്ല. എപ്പോഴും നമ്മൾ ഗിയറിൽ എപ്പോഴും നമ്മൾ കാല് വേണം. എപ്പോഴും നമുക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ വണ്ടി നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വളവെടുക്കുമ്പോഴുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് പറയുന്നതും സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ആയിരിക്കും. അത് പൊക്കം കുറവ് അടി ഇടിക്കുന്നുണ്ട്. മിക്കവാറും ഹമ്പിലൊക്കെ കയറുമ്പോൾ അടിഭാഗം നന്നായിട്ട് തട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രിപ്പിൻ്റെ കാര്യം, ട്രിപ്പ് മീറ്റർ ഇല്ലാത്തൊരു പ്രശ്നം. അതെ, ജാവ അവരുടെ പരസ്യങ്ങളിലൊക്കെ ട്രിപ്പ് മീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിൽ പോലും ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ മാത്രമേ കാണുന്നുള്ളൂ. എന്താണ് അങ്ങനെ കാണിച്ചേക്കുന്നത് അറിയില്ല. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ രണ്ടിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അതാണ് പറയേണ്ടത്. അതായത് എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ. 42 എനിക്ക് വന്നത് വണ്ടി ആ ഒരു 300 സെഗ്മെൻറ്റിൽ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ലിക്വിഡ് കൂൾഡാണ്. ഓവർ ഹീറ്റിംഗ് പ്രശ്നങ്ങളൊന്നുമില്ല. ഓവർ ഹീറ്റിങ്ങിൻ്റെ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒന്നുമില്ല. വണ്ടി വളരെ സ്മൂത്താണ്. നല്ല റോഡിൽ ഓടിക്കാൻ എന്തുകൊണ്ടും ബെസ്റ്റാണ്. ഈ പാച്ചുള്ള റോഡിലൊക്കെ ആണെങ്കിൽ എങ്ങനെയുണ്ട് സസ്പെൻഷനൊക്കെ സുഖം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു കാര്യം, നമ്മൾ ടോർക്കിൻ്റെ പ്രശ്നം അതായിരിക്കാം. അത് മാത്രമേ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. ബാക്കി വണ്ടി മൊത്തത്തിൽ അല്ലാത്തുള്ള റോഡിലാണെങ്കിലും നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കും ഓക്കെയാണ്. ഓടിച്ചിട്ടും കുഴപ്പമില്ല, ക്ഷീണമൊന്നുമില്ല. നമുക്കൊരു 100 കിലോമീറ്റർ നിർത്താതെ ഓടിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. സ്ട്രെയിൻ ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു സ്ട്രെയിനും ഇല്ല. ഹാൻഡ്ലിങ്ങും കൊള്ളാം. നല്ല ഹാൻഡ്ലിംഗ് ആണ്. ഇതിപ്പോൾ പെരാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി ഇത്രയും നല്ല പ്രസൻസ് ഉള്ളൊരു ബോബർ ബൈക്ക് വേറെ ഇല്ല. നല്ല ഈ ഒരു പ്രൈസിന് 2,40,000 മറ്റാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു വിലയ്ക്ക് ഇത്രയും നല്ല ഒരു ബോബർ ഇല്ല. നമുക്ക് സിറ്റി ആൻഡ് ഹൈവേ യൂസിന് പറ്റിയ ഒരു ബോബർ ബൈക്കാണ്. ബോബർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു സിംഗിൾ സീറ്റ്, ഒരു സോഫ്റ്റ് എയർ സസ്പെൻഷനുള്ള ബൈക്ക്. ഇതിൻ്റെ ഒറിജിനൽ പെരാക്ക് എന്ന് പറയുന്നത് ഒരു റിജിഡ് സസ്പെൻഷനായിരുന്നു ബാക്കിലുണ്ടായിരുന്നത്. ഒറിജിനൽ പെറാക്കിൻ്റെ കഥ അറിയാമോ? ഇല്ല, എന്താണ് സംഭവം? അത് 2ാം ലോകമഹായുദ്ധ കാലത്ത് ചെക്കോസ്ലോവാക്യയിലെ ഒരു നാടോടി കഥ എന്ന് പറയുന്നൊരു കഥയാണ്. അതായത് നാസികൾ ഈ പ്രാഗ് നഗരം കീഴടക്കി കഴിഞ്ഞപ്പം ഈ ചെക്കോസ്ലോവാക്യൻ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഫിഗർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ വരികയാണ്. പെറാക്ക് എന്നാണ് അയാളെ വിളിച്ചിരുന്നത്. ഈ പെറാക്ക് എന്ന് പറയുന്നത് സ്പ്രിങ് പോലെ കാലിൽ എന്തോ ഒരു ഫിറ്റിംഗ് ഉള്ള ഒരു സാധനം. അയാൾക്ക് വലിയ പൊക്കത്ത് ചാടാൻ കഴിയും. ഒരു ഇരുട്ടിലൊക്കെ മറഞ്ഞിരുന്നിട്ട് ഇയാൾ നാസികളെ വലിച്ചു കയറുകയും കൊന്നുകളെയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ഫോക്ലോറാണ്. ഈ യുദ്ധം അവസാനിക്കുന്ന ദിവസം പ്രാഗ് നഗരത്തിൽ നിന്ന് പെറാക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ച് ദൂരേക്ക് പോകുന്ന ഇതിലാണ് പെറാക്കിൻ്റെ കഥ അവസാനിക്കുന്നത്. അങ്ങനെ ആ ഒരു കഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ജാവ അവരുടെ പുതിയ ബൈക്കിന്. ഇത് ഈ നാസികൾ ഇവരുടെ ജാവയുടെ പ്ലാന്റൊക്കെ എടുത്തു മറ്റേ വിമാനവും യുദ്ധവും ബോംബും എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത്
രഹസ്യമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയാണ് പെരാക്ക് എന്ന് പറയുന്നത്. 250cc 2 സ്ട്രോക്ക്. അത് സിംഗിൾ സിലിണ്ടർ തന്നെ ആയിരുന്നു. അത് ആ സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്കാണ്. പിന്നെ 353 സീരീസ് ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന് അതിന്റെ ആദ്യത്തെ വേർഷൻ അതായിരുന്നു. ആ പെരാക്കിൽ മറ്റേ ജാവയുടെ എഞ്ചിൻ തന്നെ, സെയിം എഞ്ചിൻ തന്നെ. അതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ വന്നത്. അതിൽ നിന്ന് പിന്നെ ഉണ്ടായ എഞ്ചിനാണ് ഈ ഇരിക്കുന്ന SD എഞ്ചിൻ. CL2 അല്ലേ? ഇത് CL2 എഞ്ചിനാണ്. അപ്പോൾ ഇതെല്ലാം അതിൽ നിന്നാണ് തുടങ്ങി. ഈ പെറാക്കിൻ്റെ കഥ എങ്ങനെയാണ് തോന്നുന്നത്? ഈ ആ ഒരു ഐതിഹ്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോക്ലോറിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജാവ ഇപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാൻ, ഇതിനെ കൊണ്ട് യാതൊരു കാരണവശാലും പാച്ച് ചെയ്ത റോഡിലോ അല്ലെങ്കിൽ ഗട്ടറുള്ള റോഡിലോ കൊണ്ടുപോകരുത്. കൊണ്ടുപോയി കഴിഞ്ഞാൽ പല പ്രശ്നമുണ്ട്. ഒന്ന്, വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രയ്ക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ സീറ്റ് ഹൈവേയിൽ ഇത് കിടുവാണ്. ഹൈവേയിൽ രക്ഷയില്ല. നല്ല രസമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ അടിപൊളി പെർഫോമൻസ് ആണ്. പക്ഷേ അല്ലാത്ത നാടൻ വഴികളിൽ കൊണ്ടുപോയിരിക്കാൻ നല്ലതാണ്. പിന്നെ വേറെ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഈ ട്രിപ്പ് മീറ്റർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതിലും ഉണ്ട്. കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നൊരു വാഹനത്തിൽ നമ്മൾ ട്രിപ്പ് മീറ്റർ ഇല്ല. പിന്നെ ഇത് ദൂരയാത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചുള്ള 42 കൊടുക്കാമായിരുന്നു. കാരണം 42 കൊടുക്കാമായിരുന്നു. കാരണം 42 ഒക്കെ നമുക്ക് ദൂരയാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബൈക്ക്. അത്യാവശ്യം ആളുകൾ ഇത് എടുക്കുന്നുണ്ട്. വണ്ടികൾ ധാരാളം വണ്ടികൾ റോഡിൽ വരുന്നുണ്ട്. ഒത്തിരി കാണുന്നുണ്ട്. വണ്ടി 42 കാണുന്നുണ്ട്. പിന്നെ ഈ രണ്ട് വണ്ടിക്കും ഉള്ളൊരു കോമൺ നെഗറ്റീവ്, ഇത്രയും വൃത്തികെട്ടൊരു ഫോണ് ഒരു വണ്ടിയിലും ഉണ്ടാവില്ല. ഇത്രയും വൃത്തികെട്ട ഫോണ്. അത് ജാവ എന്നോട് പിണങ്ങിയാലും കൊള്ളാം, ഞാൻ പറയും. വളരെ മോശമായി പോയി. ഒരു കോഴി കരയെന്നുള്ള ഫോൺ. അപ്പോൾ നമ്മുടെ ഈ യാത്രയെ പറ്റി നമുക്ക് ജാവ SD എന്നൊക്കെ ഉള്ളൊരു ബ്രാൻഡിനോട് നമുക്കൊരു പ്രത്യേക മമതയുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. റോഡീസ് ഗരാജ് ഞങ്ങൾ ശരിക്കും തുടങ്ങിയത് ജാവ SD ബൈക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. പുതിയ ജാവ അല്ല, പഴയ ജാവയ്ക്ക് SDക്ക് വേണ്ടി തുടങ്ങിയത്. അത് പിന്നീട് ഒരു ചാനലായി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ബ്രാൻഡിനോട്, ഇതിൻ്റെ ബൈക്കുകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് വിമർശനങ്ങൾ ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നത്. ഈ ബ്രാൻഡ് ഇമ്പ്രൂവ് ആയി വരണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്, ഞങ്ങളുടെയും കൂടി ആഗ്രഹമാണ്. അതുകൊണ്ട് ജാവയോട് ഞങ്ങൾ പറയുന്നു, ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് പണ്ടത്തേതുപോലെ തന്നെ നിരത്തിൽ നിറഞ്ഞു കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറവുകളെല്ലാം തീർത്ത് നല്ല ഒരു പ്രൊഡക്റ്റാക്കി ഇറക്കുക. ഞങ്ങൾ ജാവ SD പ്രേമികൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും ജാവയ്ക്ക് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്താം. നിർബന്ധമില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ റോഡീസ് ഗാരാജ് നിങ്ങളോട് വിട പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.